എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തൃശ്ശൂരുള്ള ജയ്ഹിന്ദ് മാർക്കറ്റിലാണ് കേട്ടോ. ജയ്ഹിന്ദ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിൻ്റെ മിഠായി തരും എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം തന്നെ കിട്ടും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെന്താണ് ഡ്രസ്സുകൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് മാത്രമല്ല കേട്ടോ, ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വാങ്ങാം. ഇപ്പം നിങ്ങൾക്ക് ഷോപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് മേടിക്കാൻ വരുന്ന ആൾക്കാർ ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതൽ സാധനങ്ങൾ എടുക്കുക. അപ്പം ഇപ്പോൾ അവിടെയുള്ള ഒരു ഷോപ്പാണ് കാണുന്നത്. ഇവിടെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട പപ്പടം പോലത്തുള്ള നമ്മൾ വറുത്ത് ചെയ്യില്ലേ, അങ്ങനത്തെ നല്ല ഭംഗിയുള്ള കളറിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ, പിന്നെ ഡ്രസ്സ്, നൈറ്റികൾ, കുർത്തികൾ ഒക്കെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഉണ്ട് ഇവിടെ. പിന്നെ ഹോൾസെയിലായിട്ട് മേടിക്കാനുള്ള ഷോപ്പുകളും ഉണ്ട്. അപ്പം ഇവിടെ വന്നാലും നമുക്ക് എല്ലാം തന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ളതാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഒരു നല്ല വില കുറവ് ഒക്കെ പറയിട്ട് ഇവിടെ വന്നാൽ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് മേടിക്കാറുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല, ഒത്തിരി കളേഴ്സ് കൊടുത്തിട്ട് നമുക്കിത് വറുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പപ്പടങ്ങൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ സോയ, അതൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ മസാലകൾ നല്ല വില കുറവിനും കിട്ടും. പിന്നെ നല്ല ഗുണമുള്ളതായിരിക്കും കേട്ടോ ഇവിടുന്ന് മേടിക്കുമ്പോൾ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും. അപ്പം ഇവിടെ നമുക്ക് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ മേടിക്കാറ്. ഇപ്പോൾ ഇങ്ങനെ ഓരോ ഓഫേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അവരങ്ങനെ എഴുതിയിടും. പിന്നെ ഈ കാണുന്ന ഷോപ്പ് ഉണ്ടല്ലോ, ഇവിടെ നൈറ്റിക്ക് 149 രൂപ എന്നാണ് പറയുന്നത്. റീറ്റെയിലായിട്ട് നമുക്ക് ഒരെണ്ണം മേടിച്ചാൽ മതി, 149 രൂപ. അങ്ങനെയാണ്. അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫാബ് കളക്ഷൻസ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നിൽ കുറേ ഓഫറൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഒരെണ്ണം 100, രണ്ടെണ്ണം 100 എന്നൊക്കെ ഉണ്ട്. ഇവിടെ ലെഗിൻസിന് 85 രൂപയായിരുന്നു കേട്ടോ. ഒരു ലെഗിൻസ് എടുക്കുകയാണെങ്കിൽ 85 രൂപ. പിന്നെ നൈറ്റി 150 രൂപയായിരുന്നു ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞാൽ. ഒരു പീസ് എടുത്താൽ മതി, 150 രൂപയ്ക്ക് നൈറ്റികൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒത്തിരി ഓഫർ വരുമ്പോൾ അങ്ങനത്തെ ഓരോ ഓഫർ ഉണ്ടാവും കേട്ടോ ഇവിടെ. പിന്നെന്താണ്, കുഞ്ഞുങ്ങളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് 4 എണ്ണം 100 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ കാണുന്ന കുർത്തികളല്ല, നൈറ്റികളൊക്കെ ആയിരുന്നു. ഇത് 150 രൂപയുടെയാണ് കേട്ടോ നൈറ്റി. എന്താ പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ. അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റുന്ന മോഡലായിരുന്നു. 150 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ തന്നെ ഒത്തിരി കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇത് ചുരിദാർ മോഡൽ നൈറ്റി ആയിരുന്നു കേട്ടോ. ഇതിന് 150 രൂപ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ 190 രൂപയുടെ ഉണ്ടായിരുന്നു നൈറ്റികൾ. ഇത് 150 രൂപയുടെ തന്നെ പല കളേഴ്സ്. ഇപ്പം നമ്മൾ കാണിച്ച മോഡൽ തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ്. ഇതൊക്കെ 190 രൂപയുടെ ആയിരുന്നു. ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാഷിലൊക്കെ എനിക്ക് തോന്നുന്നു 150 രൂപയുടെ കളർ നന്നായി പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ക്വാളിറ്റിയിലുള്ള വ്യത്യാസത്തിലാണ് ഒരു റേറ്റിലും വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 190 രൂപയുടെ ആയിരുന്നു. പിന്നെ 200 രൂപ, അങ്ങനെ പല റേഞ്ചിൽ 180 രൂപ, ഈ കാണിക്കുന്ന 150 ആയിരുന്നു. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ലെഗിൻസ് ആണ് കേട്ടോ. ലെഗിൻസ് 85 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെഗിൻസ് ഉണ്ടായിരുന്നു. ലെഗിൻസിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ലെഗിൻസിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ടോപ്പുകളുണ്ടായിരുന്നു. 150 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു വസ്ത്രാലയ എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു റേറ്റിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് കയറി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഷോപ്പുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല വില കുറവിന് കിട്ടും കേട്ടോ. നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞ് വാങ്ങുകയാണെങ്കിൽ. പിന്നെ എന്താണ്, നാരങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂജ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ ഷോപ്പായിരുന്നു അത്. പിന്നെ ഇതൊക്കെ അവിടെയുള്ള ഡ്രസ്സുകളുടെ ഷോപ്പാണ്. ഹോൾസെയിലായിട്ടാണ് തോന്നുന്നു ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വന്ന്
പോവാറ്. ഹോൾസെയിൽ ഷോപ്പുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. വേളാങ്കണ്ണി സാരീസ് മാർജിൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ്. പിന്നെ ഇതൊക്കെ പാദസരങ്ങളാണ്, ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതാണ്. ഇവിടെ 100 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞ് മുത്തുകളൊക്കെ വന്നിട്ടുള്ള പാദസരങ്ങൾ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തുവെന്ന് മാത്രം. പിന്നെ ബാഗുകൾ ഇത് 200 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ 200 രൂപ. പിന്നെ ക്ലച്ചസിന് 100 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു ബാഗിൽ കാണാനായിട്ട്. അപ്പോൾ ഇതെടുത്താൽ 200 രൂപയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വിലക്കുറവിന് കിട്ടും. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ സ്വന്തം മിഠായി തെരുവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തൃശ്ശൂർ നമ്മുടെ ജയ്ഹിന്ദ് മാർക്കറ്റിലാണ് കേട്ടോ ഇതുള്ളത്. ജയ്ഹിന്ദ് മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലക്കുറവുണ്ടാവും. അപ്പോൾ റേറ്റും കാര്യങ്ങളും നമ്മൾ അവരുടെ അടുത്ത് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും അവരത് ഡിസ്ക്ലോസ് ചെയ്യില്ല. കാരണം നമുക്ക് കുഞ്ഞു റീറ്റെയിലേഴ്സിന് അത് ചിലപ്പോൾ പ്രശ്നമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അത് നിങ്ങൾ വന്ന് തന്നെ ചോദിച്ച് അങ്ങനെ ഷോപ്പുകളുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.